ആകാശദേവന്റെ കയ്യിൽ നിന്നും കഥകളുടെ അവകാശം ഭൂമിയിലുള്ള എല്ലാവർക്കുമായി നേടിയെടുത്ത അനൻസി എന്ന പേരുള്ള ഒരു കുഞ്ഞൻ ചെലന്തിയുടെ കഥ പറയുന്ന പശ്ചിമാഫ്രിക്കൻ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭൂമിയുടെ ആരംഭകാലത്ത് കഥകളുടെ മുഴുവൻ അവകാശം ഉണ്ടായിരുന്നത് ആകാശദൈവമായിരുന്ന ന്യാമയ്ക്കായിരുന്നു എന്നാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കിയ അനൻസി ഭൂമിയിലുള്ള സകലമാന പേർക്കുമായി കഥകളുടെ അവകാശം നേടിയെടുക്കാനുമായി ഭൂമിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് വല നെയ്യുകയും ഈ തിളങ്ങുന്ന വലയിലൂടെ കയറി സ്വർഗത്തിലെ ആകാശദേവന്റെ സിംഹാസനത്തിനരികിലെത്തുകയും ചെയ്തു. മഹാനായ ന്യാമേ, അങ്ങ് ഭൂമിയിലുള്ള സകലമാന പേർക്കുമായി കഥകളുടെ അവകാശം തരണമേ എന്ന് ഈ അനൻസി എന്ന് പറയുന്ന ചിലന്തി അപേക്ഷിക്കുകയും ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ 3 ജീവികളെ തടവിലാക്കി നീ കൊണ്ടുവന്നാൽ കഥകളുടെ അവകാശം ഭൂമിയിലുള്ളവർക്ക് നൽകാമെന്ന് ആകാശദൈവം സമ്മതിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെത്തിയ അനൻസി നദിയോളം നീളമുള്ള പെരുമ്പാമ്പിനരികിൽ ചെന്ന് ഒരു വലിയ വടി തറയിൽ കിടത്തിയിട്ട് പറയുന്നു, ഇവിടെയുള്ള മനുഷ്യർ പറയുന്നത് നിനക്ക് ഈ വടിയോളം നീളമില്ല എന്നാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന പെരുമ്പാമ്പ് വടിയുടെ അരികിൽ ചേർന്ന് കിടക്കുകയും അനൻസി അപ്പോൾ തന്നെ സ്വന്തം വല കൊണ്ട് ഈ പെരുമ്പാമ്പിനെ വടിയോട് ചേർത്ത് ബന്ധിച്ച് തടവിലാക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒസേബ എന്നു പേരുള്ള ഒരു പുള്ളിപ്പുലിയെ കുഴിയിലേക്ക് തള്ളിയിട്ട് അനൻസി ഒരു വള്ളി താഴേക്ക് ഇറക്കി കൊടുക്കുകയും ഇതിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പുള്ളിപ്പുലിയുടെ കൈകാലുകൾ ഈ വള്ളിയോട് ചേർത്ത് ബന്ധിച്ച് പുള്ളിപ്പുലിയെയും തടവിലാക്കുന്നു. തീ തുപ്പുന്ന വേഴാമ്പലുകളെ കൊടുക്കുവാനായി ഒരു കൂടൊരുക്കി കാത്തിരുന്ന അനൻസിയുടെ മുന്നിലേക്ക് മഴയുടെ സമയത്ത് വേഴാമ്പലുകൾ വന്നു ചേരുകയും ഈ കൂട്ടിനുള്ളിൽ കയറിയ വേഴാമ്പലുകളെ വലയുപയോഗിച്ച് തടവിലാക്കി അനൻസി ഈ പെരുമ്പാമ്പിനെയും പുള്ളിപ്പുലിയെയും വേഴാമ്പലുകളുമായി നേരെ സ്വർഗത്തിലെ ആകാശദേവന്റെ മുന്നിലെത്തുകയും ചെയ്യുന്നു. അനൻസിയുടെ ധൈര്യം കണ്ട് ഇഷ്ടപ്പെട്ട ആകാശദൈവം അനൻസിയോട് പറയുന്നു, ഇന്ന് വരെ ഒരു മനുഷ്യനോ ആത്മാവോ ചെയ്യാത്ത കാര്യങ്ങളാണ് നീ ചെയ്തത്. അതുകൊണ്ട് തന്നെ കഥകളുടെ അവകാശം നിനക്കായി നൽകുന്നു എന്ന് പറഞ്ഞ് കഥകൾ അടങ്ങിയ ഒരു വലിയ ഭാണ്ഡക്കെട്ട് അനൻസിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇതുമായി ഭൂമിയിലേക്ക് എത്തിയ അനൻസി ഈ കഥകളുടെ ഭാണ്ഡം തുറക്കുകയും നക്ഷത്രങ്ങൾ പോലെ ഭൂമിയാകെ കഥകൾ വ്യാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത്. വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും പരസ്പരം ബന്ധിക്കപ്പെട്ട് ചേർത്ത് കെട്ടപ്പെട്ട് കഥകൾ സൃഷ്ടിക്കപ്പെടുന്നത് അനൻസി എന്ന് പറയുന്ന കുഞ്ഞൻ ചെലന്തി ഈ കഥകളുടെ അവകാശം ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി സ്വന്തമാക്കി കൊണ്ടുകൊടുത്തതിന്റെ പേരിലാണെന്നാണ് ഈ ഇതിഹാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.